ഒരു ലൈക്ക് മറക്കല്ലേ, നിങ്ങൾക്ക് തോന്നിയ കമൻറ്റും. അപ്പോൾ ആപ്പയാണ് കേട്ടോ അത്. ആപ്പയുടെ പാസഞ്ചർ ഓട്ടോയാണ്. പക്ഷെ അത് നല്ല രസമായിട്ട് തന്നെ ബോഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ബാക്കിൽ ഡിക്കി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ കാറിൻ്റെ ഡിക്കിയൊക്കെ പണിയുന്ന പോലെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗി കേട്ടോ. പക്ഷെ ഓൾട്രേഷൻ ചെയ്യാൻ പാടില്ല ഓട്ടോയ്ക്ക്. പക്ഷെ എന്നാലും ആളുടേതായ മൈൻഡിൽ സാധനം ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് നമുക്ക് ഇവിടെ മറ്റും മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഓട്ടോയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. പക്ഷെ അവിടെ നിന്ന് അത് വലിയ പ്രശ്നമല്ല. അവിടെ ആർട്ടിഒ ടെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഓരോ ജില്ലയ്ക്ക് ഓരോ നിയമം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പല ഭാഗത്തും പല രീതിയിൽ പല നിയമങ്ങളാണ്. കയറ്റം ഉണ്ട്. എൻ്റെ മേളിലേക്കുള്ളത് ചെങ്കുത്തായിട്ടുള്ള കയറ്റം. ഇവിടെ പിന്നെ അങ്ങോട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ പോകാമല്ലേ. നമ്മളെ ഇവിടെ നിന്ന് ഉണ്ടാവാണ്ട് നല്ല ലെവൽ റോഡാണ്. ഇതിലേക്ക് ഇവിടെയൊക്കെ നല്ല 50 നല്ല ഇവിടെ ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി റോഡാണ്. വെറുതെ അവർ ഓരോന്നും ഇങ്ങനെ ആൾക്കാരെ സമയം കളയാൻ വേണ്ടിയിട്ടൊന്നും ചെയ്ത് വെച്ചേക്കാണ്. നല്ല രസകരമായ റോഡ്. ഇവിടെ റോഡൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ കാലിലേക്ക് പോകാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇറങ്ങാൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല രസകരമായ ഒരു ഇതൊക്കെയാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയല്ലേ, പാച്ചല്ലൂർ വഴി അല്ലേ? പാച്ചല്ലൂർ വഴി നേരെ എറണാകുളം സ്ട്രൈറ്റ്, പാച്ചല്ലൂർ റൈറ്റ്. ഞങ്ങളിനി പാച്ചല്ലൂർക്ക് തിരിയാണ്. ഇവിടുന്ന് സിഗ്നൽ ഇപ്പോൾ നമുക്ക് റെഡാണ്. 33, 34, 32, 32, 31, 30 സിഗ്നൽ വന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പാച്ചല്ലൂർ വഴി കയറി വട്ടിയൂർക്കാവ് പോകാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, വലത്തോട്ട് പോകുന്നത് പാച്ചല്ലൂർ. റൈറ്റ് തിരിയുന്നത് നേരെ പാച്ചല്ലൂർ, സ്ട്രൈറ്റ് പോകുന്നത് വീണതേ ഉള്ളൂ. ഓൾറെഡി തുടങ്ങി. ഒരു ഹഡൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ഹഡ് അടിച്ചു കൊടുക്കുക. ഒരു സെറ്റ് ആക്കിയിട്ട് അവർക്ക് അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ, സ്റ്റേ ഫ്രീ, ഇങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. നല്ല എൻ്റെ ഒരു മൈൻഡിലെ ഒരു ഇതാട്ടാണ്. അപ്പം അടിപൊളിയാണ്. നമുക്കത് കുറച്ചും കൂടെ സെറ്റായി കഴിഞ്ഞു. യൂട്യൂബ് ചാനൽ സെറ്റായാൽ ചാനൽ കിട്ടുന്ന വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സബ്സ്ക്രൈബേഴ്സിന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം. ഒരു ഡേ നൈറ്റ് അതിന് വേണ്ടുള്ള സൗകര്യം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. കോവളത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഴിഞ്ഞാൽ കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായിട്ട് ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സർക്കിൾ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു രസമുള്ള നല്ലൊരു പോയിന്റ് സ്ഥലം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഇപ്പോൾ കാണാൻ പറഞ്ഞാൽ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മറ്റേ കണ്ടെയ്നർ കയറ്റി വിടുന്നു ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്ത്, അവിടെ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്ത് പോയി ആഴിമല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. ആഴിമല എന്ന് പറഞ്ഞിട്ട് ഒരു ശിവന്റെ ക്ഷേത്രമാണ്. ശിവന്റെ ഒരു പ്രതിഷ്ഠയാണ് അതിൽ. അത് ഒരു വലിയ വിഗ്രഹം. അത് കടലിലാണ്, കടലിന്റെ തീരത്ത് ബീച്ചിനോട് ചേർന്നിട്ടാണ് അത്. ബീച്ചിനോട് ചേർന്നിട്ടാണ് ആ വിഗ്രഹം ഇത് വെച്ചിട്ടുള്ളത്. ഭയങ്കര വലിയ ശിലയാണ്. തലമുടി ഇങ്ങനെ ചടങ്ങിന് ഉയർന്നു നിൽക്കുന്നു. അതിനുള്ളിൽ എന്താ പറയുക, ഗംഗാദേവി ജടയ്ക്കുള്ളിൽ ഇരിക്കുന്ന ആ ഒരു രൂപ ഇതാണ് ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആരും പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അവിടെ അത് കാണാനുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കോവളത്ത് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്കൂബ ഡൈവാണ് അവിടെ മെയിനായിട്ട്. കോവളത്ത് എന്ന് പറയുന്നത് സ്കൂബയാണ് അവിടെ മെയിനായിട്ടുള്ളത്. ബോണ്ട് സഫാരി ബോണ്ട് എന്നുണ്ട് സ്ഥലം. ആ ഒരു സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് കോളേജാണത്. ട്രെയിനിങ് കോളേജ് കുട്ടികളെ പഠിപ്പിക്കണമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അതായത് കേരളത്തിൽ കോവളത്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ടീമാണ് അവർ. നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ ചെന്ന് തിരുവല്ലം ക്ഷേത്രത്തിന്റെ ഇവിടുന്ന് ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ തിരുവല്ലം ക്ഷേത്രത്തിന്റെ അവിടെ ചെന്ന് നമ്മള് വലത്തോട്ട് പിടിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോവളത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ പറയാ, ഇവിടെ നിന്നാണ് കോവളത്ത് വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കോവളത്തെ ബീച്ച് ഭയങ്കര രസകരമായ ബീച്ചാണ്. കാരണം നമുക്ക് വലിയ തിരയില്ല. കോവളത്ത് തിരയുണ്ട്. എവിടെയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് റെസ്ക്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് റൈറ്റ് സൈഡിൽ അവിടെ അടിക്കുന്ന തിര എന്ന് പറഞ്ഞാൽ ഒരു ഇറങ്ങാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഗാർഡ് എപ്പോഴും ഫുൾ ടൈം ഗാർഡ് ഉണ്ടാവും അവിടെ. ആ ഒരു അതിനെ
കടലിന്റെ ചാലെന്നോ കടൽ വരിയെന്നോ അങ്ങനെ എന്താ പറയാ അവരിവിടെ. അത് ഭയങ്കര ഡേഞ്ചറാണ്. എർത്ത് ഫുൾ ടൈം എർത്തുണ്ടാവുന്ന ഒരു ഏരിയ അത്. അതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് കടൽ ചുഴി വരുന്ന സ്ഥലമാണ്, വലിച്ചു കൊണ്ടുവന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഭയങ്കര പ്രഷർ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സിനെ അവരവിടെ ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ട്രെയിനിങ്ങിന്റെ ലാസ്റ്റത്തെ റെസ്ക്യൂ കഴിഞ്ഞ് അടുത്തൊരു DMT അങ്ങനെ ഒരു ഇവിടെ ഒരു സ്കൂളുണ്ട്. അത് BNB സ്കൂളാണ്. ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും ബാക്ക് എടുത്ത് എന്താണ് പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞു. പരിപാടി വേറെ ഒന്നല്ല, നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആ ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടി. അങ്ങനെ കാരണം ഇങ്ങനെ വന്നിട്ടുണ്ട്, ആ തിരിഞ്ഞു വരുമ്പോൾ ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു പുഴയുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടാ നല്ല രസകരമായിട്ടുള്ള ഒരു ഇതാണ്. തൊട്ടടുത്തൊരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്, വണ്ടിയൊക്കെ സർവീസ് ചെയ്യണം അവർ, ലോറി കാറൊക്കെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇത് നമ്മുടെ ഫിഷ് കണ്ടേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത് ഫിഷ് കണ്ടേഴ്സിന് പറ്റിയ സ്ഥലമാണ്. അത് മരങ്ങളും ചില്ലകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ല മീൻ ഇവിടെ ഒതുങ്ങി നിൽക്കുക. തിരുവല്ലത്തു നിന്നുള്ള പുഴയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. ആ തിരുവല്ലം പുഴ കേട്ടിട്ടില്ലേ, ആ തിരുവല്ലം ക്ഷേത്രത്തിനോട് കൂടി ചേർന്ന് അതിൽ നിന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന പുഴയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മീനുകളുണ്ടാവും. വെള്ളം പച്ച കളറായിട്ട് കളിക്കുക, ഫുള്ളും നല്ല രസമായിട്ട് കണ്ടില്ലേ പച്ചവെള്ളം. ഇപ്പൊ സൈഡൊന്നും കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. ഇപ്പൊ സൈഡൊക്കെ അടിപൊളിയായിട്ട് വീതി കൂട്ടിയിട്ട് നന്നായി കെട്ടി നല്ല സൈഡൊക്കെ അടിക്ക് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ സൈഡിലൊക്കെ ഇനിയിപ്പോ ആൾക്കാർക്ക് നേരങ്ങളിൽ ഈ സൈഡ് ഇത്ര ഈ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ വീതിയാക്കിയിട്ടുണ്ട്. അതും സൈഡിൽ നിന്ന് കെട്ടിയെടുത്ത് വൈകുന്നേരം നേരങ്ങളിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചാരൊക്കെ അടിച്ചു കൊടുത്ത് ചെറിയ തണൽ മരങ്ങൾ, നല്ല തണൽ മരങ്ങളൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ കോടകളൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് വരാൻ വേണ്ടിയിട്ട് അവർ കുറച്ചു നേരം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക്, ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് തന്നെ വന്നിരുന്ന് കുറച്ചു നേരം വൈകുന്നേരത്ത് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. നല്ലൊരു രസമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. കണ്ടോ, നല്ല രസമാണ്. ഈ സൈഡിലൊക്കെ അടിപൊളിയായിട്ട് മറ്റേ ഫിഷ് കണ്ടേഴ്സിനൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി സാധനം, അടിപൊളി പുഴ എന്ന് പറഞ്ഞാൽ അടിപൊളി പുഴ. സൈഡിലൊക്കെ നല്ല അടിപൊളി രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. അതെ, ഇത് അവിടെ വലിയൊരു മീൻ അടിച്ചു കേട്ടോ. ഇത് അവിടെ നല്ലൊരു മീനാണ് അടിച്ചത്. ഇതിന് പറ്റാൻ അടിപൊളി ഒറ്റൊരു പ്ലേസ് അത്. നല്ലൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ. അത് പുതിയതായിട്ട് പണിതാണോ അത്? അത് പുതുക്കി പണിതിട്ടില്ല കേട്ടോ. അത് ചെറുകരയാ, ചെറുക്കര ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം അല്ലേ? അടിപൊളി. ഇവിടെ ഒരു നാഗത്തിന്റെ ഒരു ചെയ്ത് വെച്ചാൽ നോക്കി, നാഗത്തിന്റെ അല്ല. അത് രസമായിട്ടുണ്ട് കേട്ടോ ചെയ്തേക്കണേ. നല്ല അടിപൊളിയായിട്ട് ആ ഒരു സർപ്പം നിൽക്കുന്നതിൻ്റെ 2, 4, 5 തലമുള്ള സർപ്പം നിൽക്കുന്നതിൻ്റെ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നൈസ്, നല്ല രസമായിട്ടോ. ഞങ്ങൾ ഇങ്ങനെ വന്നപ്പം കണ്ടൊരു സാധനം, നല്ല രസമായിട്ടൊരു അമ്പലം കേട്ടോ. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതീക്ഷ കേട്ടോ. നാഗരാജാവ്, നാഗരക്ഷി, നാഗകന്യക, ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അമ്പലം തോന്നുന്നുണ്ട് അവിടെ ആ ഭാഗത്ത്. കണ്ടോ, അറ്റത്ത് കാണുന്നു. കണ്ട ഈ ഭാഗത്ത്, വലത്തെ ഭാഗത്ത് ഇത് ഞാൻ കാണുന്നത്. രസമുണ്ട്. ആ അവിടെ തന്നെ. പുഴ അടിപൊളിയായിട്ട് കാണാം. അതെ, മീൻ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിഷ് കണ്ടേഴ്സിനൊക്കെ നല്ല കാസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം. നല്ല അടിയുണ്ട് മീന്, അടിക്കടിക്ക് അടിക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഒരു വണ്ടി പറഞ്ഞു അടിച്ചു പോയി. അതെ, മീൻ പിടിക്കണ ഇവിടെ വന്നിരുന്നാൽ മതി അല്ലേ? ഇവിടെ വന്നിരുന്ന അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഇരുന്നിട്ട് തന്നെ അടിക്കാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് നിങ്ങളും അടിക്കാം, അങ്ങോട്ട് നീട്ടി അടിക്കാം. പക്ഷേ നല്ല പച്ചപ്പുണ്ട്. അത് മാത്രമല്ല വെയിൽക്കാലത്തും നല്ല പച്ചപ്പാണ് ഇവിടെ. അത് വേറൊരു കാര്യം എന്ന് വെച്ചാല് കുറെ മരങ്ങളൊക്കെ ഇതിനകത്ത് മറന്നു പോയിട്ടുണ്ട്. കാസ്റ്റ് ചെയ്യുമ്പോ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് അടിക്കണം, മാത്രമല്ല ഒതുക്കി അടിക്കണം, വലിച്ചവരടിക്കരുത്. പക്ഷെ ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം സാധനം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. മെയിൻ റോഡിൽ ഒരു 50 മീറ്ററേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ. ഈ മധുപാലത്തിന്റെ അടുത്ത് തന്നെയാണ്. മധുപാലം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ്. മധുപാലത്തിൽ നിന്ന് തന്നെ, മധുപാലത്തിൽ നിന്ന്
ഒരു 50 മീറ്റർ പോലും ഇല്ല. 15-20 മീറ്റർ ആകുമ്പോഴേക്ക് ലെഫ്റ്റിലോട്ട് കാണും. പുഴയുടെ ബാക്കിയാണ് ഈ കാണുന്നത്. വീട്ടുകാർ വന്നാൽ കൂടെ റെയിൻ പാലമാണ്. റെയിൽവേ പാത. റെയിൽവേ പാത അങ്ങോട്ടാ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതെല്ലാം അതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുക സ്ഥലം. വീതി കൂട്ടാൻ വേണ്ടിട്ടല്ലേ റെയിൽവേക്ക് പുതിയ ട്രാക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട്. പൂജപ്പുര സെൻട്രൽ ജയിൽ ഇതാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ് പൂജപ്പുര. കണ്ടിട്ടില്ല നീ? ഞാൻ പോയിട്ടില്ല. പൂജപ്പുര സെൻട്രൽ ജയിൽ അങ്ങോട്ട് പോയി നോക്കണേ. ഈ തണ്ണി മാത്രമേ പോവുള്ളൂ, പച്ച പോവില്ല. നമ്മളോടാണ് പച്ച കൂടുതൽ പോകും. തൃശ്ശൂരൊക്കെ പച്ച ഇഷ്ടം വരും പോലെ തന്നെ. അത്തറിന്റെ കൂടാരം ഒളി ഇളനീര് ഗൗളി യാത്ര ചെന്തങ്ങിന്റെ ഇളനീര് ഒരുപാട് ഇവിടെ ഉണ്ട്. ഇവിടെ പറ്റില്ല, അല്ലാണ്ട് വെട്ടി കൊടുക്കാറില്ല. ഇതാണ് പൂജപ്പുര. ഇവിടെ നമ്മളെ ഇളനീര് വെച്ചാൽ തേങ്ങയാണെങ്കിൽ തേങ്ങ വെട്ടി വേണമെങ്കിൽ കുടിച്ചോണം. അവിടെ അങ്ങനെയല്ല, അവർ പറയണ സാധനം തന്നെ കൊടുക്കണം. പൂജപ്പുര തിരുമല നേരെ. മിലിറ്ററി ക്യാമ്പ്, പൂജപ്പുര മിലിറ്ററി ക്യാമ്പ്. ഈ കാണുന്നത് അവരുടെ ക്വാർട്ടേഴ്സാണ്. ഈ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം അവരുടെ ക്വാർട്ടേഴ്സ്. പട്ടാളത്തിൻ്റെ മിലിറ്ററി ക്യാമ്പാണ്. ആൾക്കാർ താമസിക്കുന്ന. അതെ അതെ, തിരുമലയും പൂജപ്പുരയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു ഫാമിലീസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ഫാമിലിയായിട്ട് ഇവിടെ താമസിച്ചിട്ടാണ് ഒരു ക്വാർട്ടേഴ്സ് ജോലി ചെയ്യുന്നത്. സ്റ്റാഫുകൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഇടപ്പഴിഞ്ഞി പേയാട് റൈറ്റ് ഇടപ്പഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുമല. നമ്മൾ ലെഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നേരെ വട്ടിയൂർക്കാവ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടപ്പഴിഞ്ഞി. ഈ റോഡ് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മിലിറ്ററി ക്യാമ്പിന്റെ ആണ് സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ അവരുടെ പട്ടാളത്തിന്റെ അതിർത്തിയിൽ വരുന്നതാണ്. ഈ ക്ഷേത്രം ഇതെല്ലാം അതിന്റെ ഇതിൽപ്പെട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അതെ, മിലിറ്ററി ക്ഷേത്രം. അത് പട്ടാളക്കാരുടെ. അതെ, ക്ഷേത്രം ഇതെല്ലാം അതിൽപ്പെട്ട സംഭവങ്ങളാണ്. മതിലിന് കണ്ടോ? മതിലില് നല്ല രസകരമായ ചുമർ ചിത്രങ്ങളാണ്. അതായത് പുരാതന ചരിത്രങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ പുരാതന ചരിത്രങ്ങൾ കൊണ്ടുള്ള ശ്രീരാമലക്ഷ്മണന്മാരുടെ ഇതും ശ്രീരാമക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട്. ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും ക്ഷേത്രം തോന്നുന്നുണ്ട്. നല്ല രസകരമാണ്. അതായത് മിലിറ്ററി ക്യാമ്പിന്റെ വണ്ടികൾ കിടക്കുന്ന സ്ഥലമാണ്, വാഹനങ്ങൾ കിടക്കുന്നത്. ഉണ്ടോ? നല്ല രസകരമായിട്ട്. അതുപോലെ റൈറ്റ് സൈഡിലും തന്നെ. റൈറ്റ് സൈഡിലും അത് തന്നെയാണ്. റൈറ്റ് സൈഡിലും അത് തന്നെയാണ്. ലെഫ്റ്റും റൈറ്റ്. അതെ, ലെഫ്റ്റ് സൈഡിൽ മിലിറ്ററിയുടെ വണ്ടികൾ കിടക്കുന്നത് ക്യാമ്പാണ്. മിലിറ്ററി ക്യാമ്പ്. വന്നപ്പോഴേ തണ്ണിമത്തൻ കച്ചവടം ഉണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന വഴി ഞങ്ങൾ വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് തണ്ണിമത്തൻ വാങ്ങിച്ചു. ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് തണ്ണിമത്തൻ. 12 കിലോ സാധനം ഞങ്ങൾ മേടിച്ചു. ഞങ്ങളങ്ങനെ 12 കിലോ തണ്ണിമത്തൻ വാങ്ങിച്ചു. അടിപൊളി തണ്ണിമത്തനാട്ടാ.